ഹലോ, ഇപ്പോൾ സമയം 1 മണി. ഞാൻ ഇന്നൊരു ഒരു ഒരു പ്രോഗ്രാമിന് പോവാണ്. കുറച്ച് ദൂരെയാണ്, അടുത്തൊന്നുമല്ല. എന്താ മെയിൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതുവരെയായിട്ടും ഒരു വക പോലും പാക്ക് ചെയ്തിട്ടില്ല. ഒന്നും ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സ് പോലും ഞാൻ ഇതുവരെയായിട്ട് ഫിക്സ് ചെയ്തിട്ടില്ല. എനിക്കെന്നാൽ ഇവിടുന്ന് 3:45 ഇറങ്ങണം. ഇപ്പം 1 മണി കഴിഞ്ഞു. ഇനി ഉറങ്ങലൊക്കെ എനിക്കറിയാൻ വയ്യ എത്രത്തോളം പോസിബിളാണ് എന്നുള്ളത്. ഞാനൊന്നും പാക്ക് ചെയ്തിട്ടില്ല. എക്സൈറ്റ്മെൻ്റ് ഒന്നും അല്ല, മടി എന്ന് പറയാനും വയ്യ. കുറച്ച് എനിക്ക് മീൽ പ്രപ്പൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഞാനൊരാഴ്ച കാണത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം എനിക്ക് റെഡിയാക്കിയിട്ട് വേണം പോകാനായിട്ട്. അതിൻ്റെ കൂടെ ആയിരുന്നു ഇത്രയും നേരം. പിന്നെ നൈറ്റ് എനിക്കറിയായിരുന്നു ഇന്നത്തെ ദിവസം ഇനി എങ്ങനെ ഉറക്കുമെന്നൊക്കെ. അപ്പം നൈറ്റ് ഇരുന്നെല്ലാം റെഡിയാക്കാമെന്നുള്ള പ്ലാനായിരുന്നു. എന്തായാലും ഞാൻ റെഡിയാക്കാൻ പോകും. പിന്നെ എൻ്റെ ചുറ്റും നോക്കണ്ട, ഞാനിങ്ങനെ എല്ലാം എടുത്ത് വെച്ചേക്ക് വേണം. അപ്പോൾ പാക്ക് ചെയ്യാം. ഇപ്പോൾ സമയം 2:46. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, എല്ലാം എടുത്ത് വെച്ചു. ഇനി എന്തെങ്കിലും മറന്നിട്ടുണ്ടോ എന്തോ എനിക്കറിയാൻ വയ്യ. അയ്യോ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പാക്കിംഗ് നടത്തുന്നത്. നൈറ്റ് സാധാരണഗതിയിൽ നൈറ്റ് ഞാനിരുന്ന് ചെയ്യാറുണ്ട്, പക്ഷേ ഇതിൽ നേരത്തെയൊക്കെ കഴിയാറുണ്ട്. ഇതിപ്പോൾ 3:45 ഇറങ്ങുന്നതിന് 2:45 ഞാൻ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞത്. എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഓക്കെ. അയ്യോ, ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ഉറങ്ങലൊന്നും നടക്കുന്ന കാര്യമല്ല. നേരെ ഒരു ചായ ഇടണം, പിന്നെ രാവിലത്തേക്കുള്ള കഴിക്കാനുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്ത് വെച്ചിട്ട് ഇറങ്ങാം എന്നാണ് ഞാനിപ്പോൾ നല്ല രൂപം. ആ ഒരു വീഡിയോ എടുക്കുന്ന ആ ഒരു ട്രാക്കിലേക്ക് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. എവിടെയൊക്കെ എന്തോ ഒരു ഇതുണ്ട് എന്നുവെച്ചാൽ, ഇപ്പോൾ ഇതെടുക്കുന്നതിന് തൊട്ട് മുമ്പും ഞാൻ പെട്ടെന്ന് ഇനി അതെടുക്കണമല്ലോ അങ്ങനെയായിരുന്നു. മുന്നേ അങ്ങനെയല്ല. എനിക്കൊരു എന്നാൽ ഉള്ളിൽ എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് പോകണമെന്നുണ്ട്, എന്നാൽ ഇവിടെ ഒരു മടിയാണോ എന്തോ എന്ന് എനിക്കറിയാൻ വയ്യ. അങ്ങനത്തെ ഒരു അവസ്ഥ. ഓക്കെ, എനിക്ക് ഈ വീഡിയോ എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം, നല്ലതുപോലെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നോക്കാം. അപ്പോൾ ഞാനിനി എന്തായാലും പോയി ഒരു ചായ ഇട്ട് കുളിക്കണം. കുളിച്ച് ഫ്രഷായി ചായയൊക്കെ ഇട്ടിട്ട് വരാം. അപ്പോൾ എൻ്റെ രാവിലത്തെ കുളിയും ചെമ്പുമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ റെഡിയായിട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഒരു 3:45 തന്നെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 4:30 ട്രെയിൻ. ലൈറ്റായിട്ടൊക്കെയാണ് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. പിന്നീടെല്ലാം ഈ ചടപടേ എന്ന് പറയുന്നത് പോലത്തെ അവസ്ഥയായിരുന്നു. ഞാൻ ട്രെയിനിനകത്തോട്ട് കയറിയതും ഇല്ല, വെട്ടിയിട്ട വാഴത്തട്ട് പോലെ കിടന്ന് ഉറങ്ങിപ്പോയി. കാരണം ഞാൻ നൈറ്റ് ഉറങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു ഉറക്കം എനിക്ക് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് മൊത്തം ഒരു 10-17 പേരുണ്ടായിരുന്നു, ഡാൻസേഴ്സ് മാത്രം. അതിൽ 12 പെൺകുട്ടികളും ബാക്കി ആൺകുട്ടികളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഇതിൽ ഞാനും ദീപിക്കുമായിരുന്നു ഫുൾ ടൈം ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവന്മാരൊക്കെ തന്നെയാണ് കൂടെ ഉണ്ടായിരുന്നത്. ഇതാണ് ഞങ്ങൾ പോകുന്ന ഷിപ്പ്. പിന്നെ എനിക്ക് എൻ്റെ കൂടെ ചുറ്റും ഉണ്ടായിരുന്നവർ അവർ അറിയാതെ തന്നെ എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ തന്നിട്ടുണ്ട് കേട്ടോ. ക്യാമറയെ എടുത്തിട്ട് ഓരോ തവണ ക്യാമറ ഓണാക്കുമ്പോഴും എന്ത് പറയണം, എന്ത് വേണോ വേണ്ടേ എന്ന് ഞാൻ ചിന്തിച്ചിരുന്ന ഒരുപാട് സമയത്ത് ഇവർ ഓടി വന്നിങ്ങനെ ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞ് കയ്യും കാണിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് എനിക്ക് വല്ലാത്തൊരു മോട്ടിവേഷൻ തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതൽ ഓക്കെ പഴയതുപോലെയൊക്കെ ആയി വരുന്നു, വീഡിയോ എടുക്കാം എന്നുള്ളൊരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടിയ സമയമായിരുന്നു അതൊക്കെ. ഇത് ഞങ്ങൾ ഷിപ്പിനുള്ളിൽ കയറിയതിന് ശേഷം ഓരോരുത്തരും അവരുടെ സ്ഥലം എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. യു അങ്ങാണോ? ഇവരൊക്കെ ഓൾറെഡി വണ്ടിക്കകത്തുള്ളവരാണ്. അതല്ലേ എവിടെയെന്നും പറഞ്ഞു ഓടും. ഒരാളിടക്കും. നമ്മള് പേടിച്ച് വിറച്ചു. എല്ലായിടവും ഉണ്ട്.
ഇത് ഞങ്ങൾ ഷിപ്പ് എടുക്കുന്നതിന് മുമ്പേ ഏറ്റവും ടോപ്പിൽ പോയി മൊത്തത്തിൽ നമ്മളൊന്ന് ഷിപ്പ് ആദ്യമായിട്ട് കയറുവാണല്ലോ ഞാൻ, അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റുകളും ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിലൊന്ന് പോയി കണ്ടിട്ടൊക്കെ വരുമായിരുന്നു. എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വന്ന് കിടന്ന് ഉറങ്ങി. അയ്യോ, ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഫുള്ള് കഴിക്കുക ഉറങ്ങുക, കഴിക്കുക ഉറങ്ങുക, ഇത് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതെൻ്റെ ചെറിയൊരു ഉറക്കം കഴിഞ്ഞിട്ട് ടീ ടൈം ആയപ്പോഴത്തേക്ക് എല്ലാവരും വന്ന് വിളിച്ച് എനിക്ക് എൻ്റെ ആ വീഡിയോ കാണുമ്പോൾ ചിരി വരുന്നത്. എല്ലാവരും നല്ല, അവർ ഭയങ്കര ആരൊക്കെയോ കളിച്ചും ചിരിച്ചൊക്കെ ഇരുന്നെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഉറക്കമായിരുന്നു. അതിനുശേഷം ദീപിക വന്നിട്ട് ചേച്ചി നമുക്ക് കുറച്ച് ഫോട്ടോ എടുക്കാം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ രണ്ടുപേരും ആണല്ലോ. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷായിട്ട് വന്ന് മുകളിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഷിപ്പിൽ കയറുക എന്നുള്ളത് എൻ്റെ കുറേ നാളുകൊണ്ടുള്ളൊരാഗ്രഹമായിരുന്നു. കുറേ നാളെന്ന് വെച്ചാൽ ഒരുപാട് നാളുകൊണ്ട്. അതിനപ്പുറം എനിക്ക് ലക്ഷദ്വീപിൽ പോകണം എന്നുള്ളതും ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഇതൊക്കെ നമ്മുടെ ഈ ബക്കറ്റ് ലിസ്റ്റിലുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. അതൊക്കെ എവിടേക്കോ എന്തെങ്കിലും നടക്കും, അല്ലെങ്കിൽ നാളെ എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്ന കാര്യമായിരുന്നു കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ ഒരു പ്രോഗ്രാമിനായിട്ട് ഏറ്റവും ലാസ്റ്റ് പെട്ടെന്ന് വന്ന് കയറിയ ഒരാളാണ്. അത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചും വിളിച്ചും. കുറേ പേർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയപ്പോൾ എത്ര രൂപയാണ് ചിലവ്, എങ്ങനെയാണ് പോയത് എന്നൊക്കെ. ഞാൻ പ്രോഗ്രാമിൻ്റെ ആവശ്യമായിട്ട് പോയതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ചിലവിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ പേപ്പർ വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. ഇത് പിറ്റേ ദിവസം ഒരു 6-7 മണി കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ടൈമാണ്. റെഡിയായിട്ട് ഇറങ്ങി എന്നെ ദീപികയാണ് വന്ന് വിളിച്ചു കൊടുത്തിയത്. ഇതിനകത്തുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ഉറക്കത്തിൻ്റെ കാര്യം ഞാൻ വീണ്ടും എടുത്തിരുന്നു. ഫുഡ് കഴിച്ച് വന്ന് കിടന്ന് എല്ലാവരും മുകളിലൊക്കെ പോയി അന്താക്ഷരി കളിക്കുകയും എല്ലാവരും പോയി പുറത്തിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കിടന്നുറങ്ങി. രാവിലെ നമുക്ക് ഇറങ്ങേണ്ടുള്ള സ്ഥലം എത്തിയപ്പോൾ ദീപിക വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത്. പിന്നെ പെട്ടെന്ന് റെഡിയായി ചാടി ഇറങ്ങുമായിരുന്നു. ഹീറോ, ചേട്ടാ ഹീറോടാ. നല്ലൊരു ഫ്രെയിം ആയിരുന്നേ. അങ്ങനെയാണ് അപ്പൊ കാര്യങ്ങൾ. ഞങ്ങളിവിടെ എത്തി, ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് എല്ലാവരും കുളിച്ച് ഓരോരുത്തരായിട്ട് കിടന്ന് ഉറങ്ങുവാണ്. കുറച്ച് പേര് മൊബൈലിലൊക്കെ, ഇവിടെ റേഞ്ചില്ല, BSNL മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ ഈ വീട്ടിൽ വൈഫൈ ഉണ്ട്. ഞങ്ങളിവിടെ വീട്ടിലാണ് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. പിന്നെ ഓരോരുത്തർ ഉറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ ഷിപ്പിൽ നല്ലോണം കിടന്നുറങ്ങി. ഇന്നലെ ഒരു 7-8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങി. 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കിടന്നപ്പോഴത്തേക്ക് എല്ലാവരും ഷിപ്പിന് ഏറ്റവും മുകളിൽ പോയി അന്താക്ഷരിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ വെച്ചു ഒരു കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട്, പിന്നെ ഓൾറെഡി ഞാൻ മിനിഞ്ഞാന്ന് ഉറങ്ങിയില്ലല്ലോ. മിനിഞ്ഞാന്ന് ഉറങ്ങിയില്ലല്ലോ. അപ്പോൾ എനിക്ക് ആ ഉറക്കക്ഷീണം അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാൻ വെച്ച് കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് അപ്പം ഞാൻ മേളിലോട്ട് ഇറങ്ങിപ്പോകാം, രാത്രി പിന്നെ വേറെ പരിപാടിയൊന്നുമില്ലല്ലോ എന്ന്. അങ്ങനെ കിടന്ന് ഞാൻ ഉറക്കം എണീറ്റത് രാവിലെ അനൗൺസ്മെൻറ്റ് കേട്ടോണ്ടാണ്. അനൗൺസ്മെൻറ്റ് കേട്ടില്ല, എൻ്റെ ദീപികയെ വിളിച്ചുണർത്തിയത് ഫ്രഷ് ആവാമെന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്ക് അനൗൺസ്മെൻറ്റ് വന്ന് എല്ലാവരും റൈറ്റ് സൈഡിലോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാൻ ടൈമായിരുന്നു. അങ്ങനെ പിന്നെ വെപ്രാളപ്പെട്ട് ചാടി എണീറ്റ് റെഡിയായി വന്നതായിരുന്നു. അതിൽ ഉറങ്ങി. ഞാൻ ഒരുപാട് എന്താ പറയുക, വർഷങ്ങളായി എനിക്ക് അങ്ങനെ ഒരു ഉറക്കം കിട്ടിയിട്ട്. എന്നുവെച്ചാൽ ഒരു 8-9 മണിക്കുള്ളിലൊക്കെ കയറി കിടന്നിട്ട് ഞാൻ രാവിലെ ഒരു 6:45 ആയപ്പോൾ ഉറക്കം എണീറ്റ്. വർഷങ്ങളായി ഞാൻ അങ്ങനെ ഒന്നും ഉറങ്ങിയിട്ടില്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ആവും, ഒരു 12 മണി 1 മണിയൊക്കെ ആവും ഉറങ്ങാനായിട്ട്. രാവിലെ എണീക്കുകയും ചെയ്യും. സ്കൂളൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ, മോൾക്ക് സ്കൂളുള്ള ദിവസമാണെങ്കിൽ രാവിലെ എണീക്കും, ഇല്ലെങ്കിൽ ഒരു ടൈം ആകും. അങ്ങനെ സുഖം ഉറക്കം എനിക്ക് കിട്ടി ഇന്നലെ.
പിന്നെ എനിക്ക് ഷിപ്പിൽ ഇങ്ങോട്ട് വന്നപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഒരിടത്ത് എങ്ങാണ്ട് ഫുഡ് കഴിക്കാനായിട്ട് മേലെയല്ല താഴെ ഭാഗത്ത് എങ്ങാണ്ടോ പോയി എപ്പോഴും എവിടെ ഇരിക്കാൻ നേരത്ത് അവിടെ ഭയങ്കര ഒലച്ചിലുണ്ടായിരുന്നു ചെറുതായിട്ട്. അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോൾ ഒരു തലചുറ്റൽ പോലെ തോന്നി. അല്ലാതെ വേറെ ഞാൻ എല്ലാവരും വോമിറ്റിങ്ങിൻ്റെ പക്ഷേ അങ്ങനെയൊന്നും എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഇല്ല. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്തോന്ന് അറിയാൻ വയ്യ. ഒരു ഭയങ്കര ശാന്തമായൊരു സ്ഥലം. ഇന്നിനിപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ പ്രാക്ടീസുണ്ട്. പ്രാക്ടീസ് കഴിഞ്ഞ് ഇന്നിനി പ്രാക്ടീസ് തന്നെ. നാളെയാണ് പ്രോഗ്രാം ഉള്ളത്. ഞാൻ കരുതിയില്ല ഇത്രയും നേരത്തെ എത്തുമെന്ന് ഞാനും വിചാരിച്ചില്ല. 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് 7 മണിയല്ല 7 മണി കഴിഞ്ഞെത്തിയപ്പോൾ പിന്നെ വന്നുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം എല്ലാവരും റെസ്റ്റാണ്. ഉച്ച കഴിഞ്ഞിട്ട് പ്രാക്ടീസ് കാണും. പിന്നെ സ്റ്റേജ് പ്രാക്ടീസ് ഇന്ന് തന്നെ കാണുമെന്ന് തോന്നുന്നു. അതോ ഇനി നാളെ രാവിലെയോ? നാളെ വൈകിട്ടാണ് പ്രോഗ്രാം. അങ്ങനെ എന്നാലും അവരൊക്കെ ഉറങ്ങിയപ്പോഴത്തേക്ക് ഒരു 1 മണിയൊക്കെ കഴിഞ്ഞു. അവർ അന്താക്ഷരി കളിച്ചും അങ്ങനെയൊക്കെ മുകളിലിരിക്കുമായിരുന്നു. അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ സുഖം ഉറക്കം ഉറങ്ങി. ശരിക്കും അടിപൊളിയായിരുന്നു ആ ഉറക്കം. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി പുറത്തോട്ട് ഇറങ്ങുമ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം. ബംഗാളി വ്ലോഗ് ചെയ്യത്തില്ലേ? എവിടെ നിന്നില്ലാതെ ഞാൻ പറഞ്ഞു വന്നു. ക്യാമറ ഓൺ ആക്കിയ എങ്ങനെയെന്ന് അറിയത്തില്ല. ഇന്നത്തെ ദിവസം എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ലായിരുന്നു. കാണാനും ഒന്നും അങ്ങനെയൊന്നും ഞങ്ങൾ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 2 ദിവസത്തിലായിരിക്കും എന്തെങ്കിലുമൊക്കെ കാണാനൊക്കെ ഉണ്ടാകുന്നത്. ഞാൻ വീഡിയോ മൊത്തത്തിലിട്ട് ഒരുപാട് ലെങ്ത് കൂട്ടി ബോറടിപ്പിക്കുന്നില്ല. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ കാത്തിരിക്കുക. ഞാൻ യാത്രാമോഹി. Day 1